ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോയാൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ കസിൻസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഒരു ആൻറ്റി കുറച്ച് അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ബിക്കോസ് ആ സ്റ്റാഫിന് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ അറിയുള്ളൂ. സ്റ്റാഫ് നോർത്ത് ഇന്ത്യനാണ്. അപ്പം അവർക്ക് ഇതിൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ നേരത്തെ അതിൻ്റെ നെക്ക് സൈസ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവർക്കത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇതിലൊരു വീഡിയോ ചെയ്തുകൂടാ എന്നോർത്തു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസസും വൊക്കാബുലറീസും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളിതുപോലെ ഡ്രസ്സ്, ഫോൺ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്യാൻ പോകുന്നതിന് ടു ഗോ ഷോപ്പിംഗ് എന്നാണ് പറയുക. ടു ഗോ ഷോപ്പിംഗ്. അതേസമയം ഗ്രോസറിയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, പാല് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പറയാം ടു ഡൂ ദ ഷോപ്പിംഗ്. ടു ഡൂ ദ ഷോപ്പിംഗ് എന്നാണ് പറയുക. ഇതിപ്പോൾ നമ്മൾ പോയിട്ടുള്ള വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. അത്യാവശ്യം കളക്ഷനൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു സ്റ്റോറിന് നമ്മൾ പറയുന്നത് ഹൈ സ്ട്രീറ്റ് സ്റ്റോർ എന്നാണ്. ഹൈ സ്ട്രീറ്റ് സ്റ്റോർ. കാരണം അത്യാവശ്യം വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം വലിയ തെറ്റില്ലാത്ത വിലയായിരിക്കും. കുഞ്ഞു കുഞ്ഞു ഷോപ്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിന് നമ്മൾ പറയുക ബൊട്ടീക്സ് എന്നാണ് പറയുക. അതേസമയം ഡിസൈനർ ഡ്രസ്സ് കിട്ടുന്ന സ്റ്റോറിന് പറയുക ഡിസൈനർ ബൊട്ടീക്ക്. ഇത് എൻ്റെ കസിനാട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കടയിൽ കയറി വെറുതെ ഒന്ന് കളക്ഷൻസൊക്കെ ഒന്ന് നോക്കണം. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കാൻ കയറുന്നതിനെ പറയുന്നതാണ് വിൻഡോ ഷോപ്പിംഗ്. വിൻഡോ ഷോപ്പിംഗ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്ന് ചോദിക്കുകയാണ് what you want, അല്ലെങ്കിൽ what are you looking for, നിങ്ങൾ എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഐ ആം ജസ്റ്റ് ബ്രൗസിങ്. ഞാൻ ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു, അപ്പം ഞാനിത് ഇട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം can I try it on എന്നാണ് ചോദിക്കുക. ഇതുപോലെ ഷർട്ട്സ്, നമ്മളിപ്പം ബട്ടണുള്ള ഷർട്ട്സിന് ബട്ടൺ ഇടുന്നതിന് നമ്മൾ പറയാം ടു ബട്ടൺ അപ്പ് എന്നാണ് പറയുക കേട്ടോ. ടു ബട്ടൺ അപ്പ്. അതുപോലെ നമ്മളൊരു ഷർട്ട് ഇടുന്നതിന് ടു പുട്ട് ഓൺ ദ ഷർട്ട് എന്നും, ഷർട്ട് നമ്മൾ ഊരുമ്പം ടു ടേക്ക് ഓഫ് ദ ഷർട്ട് എന്നാണ് പറയുക. ഷർട്ട് ഇടാൻ ടു പുട്ട് ഓൺ ദ ഷർട്ട്, ഷർട്ട് ഊരുമ്പം ടു ടേക്ക് ഓഫ് ദ ഷർട്ട്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇവിടെ കുറച്ച് ഡ്രസ്സസ് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം സെയിം കളറിൽ ഡിഫറെൻറ്റ് സൈസസിലാണ് ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ സൈസ് ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ സ്മോളാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സസ് ആയിരിക്കും വേണ്ടത്. അപ്പം അതിനൊരു സൈസ് ചെറുതുണ്ടോ എന്ന് ചോദിക്കുന്നത് ഐ വാണ്ട് 1 size down. എനിക്ക് ഒരു സൈസും കൂടെ ചെറുതാണ് വേണ്ടത് എന്നാണ് ചോദിക്കുക. ഐ വാണ്ട് 1 size down. അല്ല, നിങ്ങൾക്കിതിപ്പം XXL സൈസിലുണ്ടോ എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് ഇറ്റ് ഇൻ XXL. ഡു യു ഹാവ് ഇറ്റ് ഇൻ XXL എന്ന് വെച്ചാൽ XXL സൈസിൽ നിങ്ങൾക്കിത് അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. സോ ഓൾ ദീസ് ഡ്രസ്സസ് ആർ ഓൺ സെയിൽ. ഇതിനെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാം സെയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. സോ ഐ കെയിം അക്രോസ് ദിസ് ബ്യൂട്ടിഫുൾ ഡ്രസ്സ്. ഞാൻ ഈ ഒരു അടിപൊളി ഡ്രസ്സ് കണ്ടു. നമ്മൾ കെയിം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ കണ്ണുടക്കുക എന്നൊക്കെ പറയില്ലേ, പെട്ടെന്നൊരു നല്ല ഡ്രസ്സ് കാണും. അതിനാണ് ടു കെയിം അക്രോസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് എന്ന് പറയാം. സോ ഐ എം ഗോണ ഹോൾഡ് ഓൺ ടു ഇറ്റ്. എനിക്ക് ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടി എടുത്തു. for me to try it on. എനിക്ക് ഇട്ട് നോക്കാൻ വേണ്ടി. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നതാണ്. ഇത് ബോട്ടം വെയറിൻ്റെ സെക്ഷനാണ്. ബോട്ടം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റ്, ട്രൗസേഴ്സ്, സ്കേർട്സ്, ഇതിനൊക്കെ നമ്മൾ ബോട്ടം വെയർ എന്ന് പറയുന്നത് നമ്മൾ താഴെ ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, സോ ഈ ഓരോ ഡ്രസ്സിനും ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കുറച്ച് വിശദമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുള്ള കിഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാനൊരു ചെറിയൊരു ഉടുപ്പെടുത്തു. ഇത് ബെല്ലയ്ക്ക് വേണ്ടി എടുത്ത കേട്ടോ. ബെല്ല ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. സോ എനിക്ക് ഈ ഡ്രസ്സിൻ്റെ അതിനകത്ത് പ്രൈസ് ടാഗ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണം, വില എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇതിന് എത്രയാണ് വില എന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് ഇസ് ദിസ് ഫോർ. ഇതിന് എത്രയാണ്. ഇനി ഇതിൽ തന്നെ എനിക്ക് ആക്ച്വലി യെല്ലോ കളറിലായിരുന്നു വേണ്ടത്. അപ്പോൾ ഇതിന് മഞ്ഞ കളർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം ഡസ് ദിസ് കം ഇൻ യെല്ലോ അല്ലെങ്കിൽ ഡു യു ഹാവ് ഇറ്റ് ഇൻ യെല്ലോ. അപ്പം ഞാൻ ഇത് മഞ്ഞ നിറത്തിൽ ഇതേ സെയിം സൈസിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ ആ സെയിം സൈസിൽ യെല്ലോ കളർ തപ്പാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും കളറിൽ വേറെ ഏതെങ്കിലും കളറിലുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഡു യു ഹാവ് ഇറ്റ് ഇൻ എനി അതർ കളർ.
സോ അവിടുന്ന് ഞങ്ങൾ നേരെ കുർത്തിയുടെ സെക്ഷനിലേക്ക് പോയി. അവിടെ എൻ്റെ കസിനൊരു ടോപ്പ് ഇഷ്ടപ്പെട്ടു, ഒരു ബ്ലാക്ക് ടോപ്പ് ഇഷ്ടമായി. സോ അവൾക്കത് ഇട്ട് നോക്കണം എന്ന് പറഞ്ഞു, സൈസ് കറക്റ്റാണോ എന്നറിയാൻ. അപ്പോൾ നമ്മൾ അതെങ്ങനെ പറയും? ഐ നീഡ് ടു ട്രൈ ഇറ്റ് ഓൺ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഫിറ്റിംഗ് റൂം എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം വേർ ഇസ് ദ ഫിറ്റിംഗ് റൂം. അപ്പം നമുക്കറിയില്ല എവിടെയാണ് നമ്മൾ ട്രയൽ റൂം എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഞാനും ഒരു ഡ്രസ്സ് എടുത്തു. ഒരു പർപ്പിൾ കളർ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്. ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. ചില സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇഷ്ടമായില്ല, അപ്പം ഈ കടയിലുള്ളവർ എടുക്കുന്നില്ലേ, ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് വേണ്ട എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒഴിവാക്കാനുള്ള കുറച്ച് സെൻറ്റൻസസും കൂടി ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഒരു പക്ഷേ നമുക്കത് ഇട്ടിട്ട് എനിക്ക് അത്ര ഫിറ്റായില്ല ആ ഡ്രസ്സ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഡസ് നോട്ട് ഫിറ്റ് മീ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് സ്യൂട്ട് മീ എന്ന് വെച്ചാൽ എനിക്കത് ചേരുന്നില്ല. അതും അല്ലെങ്കിൽ നമുക്ക് പറയാം അത് കോട്ടൺ അല്ല, എനിക്ക് കോട്ടൺ അലർജിയാണ്, നിങ്ങൾക്ക് വേറെ മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ, സെയിം ഡിസൈൻ. അപ്പോൾ നമുക്ക് ചോദിക്കാം ഇറ്റ്സ് കോട്ടൺ റൈറ്റ്, ഐ ആം അലർജിക് ടു കോട്ടൺ. എനിക്ക് കോട്ടൺ അലർജിയാണ്. ഡു യു ഹാവ് ഇറ്റ് ഇൻ സിൽക്ക്? നിങ്ങൾക്കിത് സിൽക്ക് മെറ്റീരിയലുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ പൊളിയസ്റ്റർ മെറ്റീരിയലുണ്ടോ? ഡു യു ഹാവ് ഇറ്റ് ഇൻ പൊളിയസ്റ്റർ എന്ന് ചോദിക്കാം. വേറെ മെറ്റീരിയൽ ഈ സെയിം സാധനം ഉണ്ടോ എന്ന് ചോദിക്കാം. സോ ഇങ്ങനെ നമുക്ക് നൈസായിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങാതെ പോരാനും സാധിക്കും. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രസ്സസിന് ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പോൾ ഇടുന്നത് ഇപ്പോൾ 15% ഓഫ്, വിച്ച് മീൻസ് ഇറ്റ്സ് ഓൺ സെയിൽ എന്ന് എഴുതി വെച്ചാൽ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. മുകളിൽ ജെൻസിൻ്റെ കളക്ഷനാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. അവിടെ കുറേ ജാക്കറ്റ്സും ലൈക്ക് ഫോർമൽ വെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ആക്ച്വലി ദുബായിൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് യൂണിഫോമിൻ്റെ മുകളിൽ ബ്ലാക്ക് ബ്ലേസേഴ്സാണ് ഇടുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ബ്ലേസർ നമ്മൾ നോക്കി. അപ്പം അതിൻ്റെ റേറ്റ് നോക്കിയപ്പം നല്ല കത്തി റേറ്റാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പറയാം. അതിൽ നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയാം, ഇറ്റ്സ് എക്സ്പെൻസീവ്. അല്ലെങ്കിൽ ഇറ്റ്സ് സ്റ്റീപ്പ് എന്ന് പറയാം, ഇറ്റ്സ് സ്റ്റീപ്പ്. അതുമല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് കോസ്റ്റ് an arm and a leg. It cost an arm and a leg എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ പറയില്ലേ ആധാരം പണയം വെക്കേണ്ടി വരും എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെയാണ് ഇറ്റ് കോസ്റ്റ് an arm and a leg. അല്ലെങ്കിൽ ഇറ്റ്സ് ഓവർ പ്രൈസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് പ്രൈസി എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ എന്ന് പറയാം. അതായത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത, നോട്ട് അഫോർഡബിൾ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സാധനത്തിൻ്റെ റേറ്റ് 2299 അതിൽ നിന്ന് അത് 1390 ആക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മളെങ്ങനെയാണ് പറയാന്ന്? ഇറ്റ്സ് 1390 മാർക്ക് ഡൗൺ ഫ്രം 2299. 1390 മാർക്ക് ഡൗൺ ഫ്രം 2299 വെച്ചാൽ 2299 അത് കുറച്ചിട്ട് 1390 ആക്കിയതാണെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയതാണ്. സോ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി പോയി. ബില്ല് പേ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചതാണ്. സോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മളിപ്പോൾ ഇൻ കേസ് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു, ആ ഡ്രസ്സ് നമുക്ക് റിട്ടേൺ ചെയ്യണം. ഇപ്പോൾ ഡ്രസ്സ് കീറിയോ അതിനകത്ത് എന്തെങ്കിലും കീറലുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ഒരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് പറയാം ദ ഡ്രസ് ഇസ് ടോൺ. അത് കീറിയിട്ടുണ്ട്. I want to return it. അപ്പോൾ നമുക്ക് പൈസ തിരിച്ചു വേണം എന്നാണെങ്കിൽ നമുക്ക് പറയാം I want to have a refund. അല്ല, നമുക്കത് എക്സ്ചേഞ്ചാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് പറയാം I would like to exchange it. അല്ലെങ്കിൽ റീഫണ്ട് ആണെങ്കിൽ I would like to have a refund. സോ ഈ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. സോ വേ ഗോയിങ് ബാക്ക് ഹോം. സോ നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ സാധാരണ നിങ്ങൾക്ക് സെയിൽസ്മാൻ്റെ അടുത്തോ ബില്ലിംഗ് കൗണ്ടറിലോ നിങ്ങൾക്ക് ആവശ്യമായ സെൻറ്റൻസസ് കോമൻറ്റ് ചെയ്യുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഞാൻ കോമൻസിൽ പറഞ്ഞുതരാം. ഓൾ റൈറ്റ്, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് വൺ.